വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ വീണ്ടും കലാപ സമാന സാഹചര്യം. ഇൻക്വിലാബ് മഞ്ച് നേതാവും പൊതുതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ വീണ്ടും പ്രക്ഷോഭം ഉടലെടുത്തത്. മുഖംമൂടിധാരികളുടെ വെടിയേറ്റാണ് ഹാദി കൊല്ലപ്പെട്ടത്. ഇയാളുടെ മരണവാർത്ത പുറത്തുവന്നതോടെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയായിരുന്നു. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. കഴിഞ്ഞയാഴ്ചയാണ് ഉസ്മാൻ ഹാദിയുടെ തലയിൽ അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. തുടർന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ വെച്ച് വ്യാഴാഴ്ച രാത്രിയോടെ മരണം സംഭവിച്ചു. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ അക്രമികൾ വെടിയുതിർത്തത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടായിരുന്ന നേതാവാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. മരണവാർത്തയറിഞ്ഞെത്തിയ പ്രതിഷേധക്കാർ രാത്രി വൈകിയും നിരത്ത് കീഴടക്കി. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തീയിട്ടു. ധാക്കയിലെ ഷാബാഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭക്കാർ വൻതോതിൽ അക്രമങ്ങളും അഴിച്ചുവിട്ടു. കുറ്റവാളിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും പ്രക്ഷോഭക്കാർ ആരോപിക്കുന്നു. പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോഥം അലോയുടെയും ദി ഡെയിലി സ്റ്റാറിന്റെയും ധാക്കയിലെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ഓഫീസിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം കെട്ടിടം അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സമയത്ത് മാധ്യമപ്രവർത്തകരടക്കം കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.